നിങ്ങൾക്ക് 50 വയസ്സാകുമ്പോഴേക്ക് ജോലിയൊക്കെ മതിയാക്കി മാസം 1 ലക്ഷം രൂപ വരുമാനം കിട്ടിയ എങ്ങനെയായിരിക്കും? രാവിലെ അലാം വെച്ചിട്ട് ഓഫീസിലേക്ക് ഓടണ്ട, വർക്ക് പ്രഷർ ഇല്ല, ബോസിന്റെ കോൾസ് ഇല്ല, EMI കുറിച്ചിട്ടുള്ള ഒരു ടെൻഷനും ഇല്ല. പകരം ഫാമിലിനോടൊപ്പം സമയം ചെലവഴിക്കാം, യാത്രകൾ പോവാം, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. സ്വപ്നമാണെന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ അല്ല. നിങ്ങൾക്ക് വെറും 15 വർഷം മുതൽ 25 വർഷം വരെ ശരിയായ രീതിയിൽ SIP ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം പെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്ലാനാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. പണ്ടത്തെ കാലം പോലെയൊന്നും അല്ല. ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഏർലി റിട്ടയർമെന്റ്, അതല്ലെങ്കിൽ ചെറുപ്പത്തിലെ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുക എന്നത്. പക്ഷെ ജോലി നിർത്തിയ മാസം മാസം നമുക്ക് വേണ്ട ചെലവിനുള്ള പൈസ എവിടെ നിന്ന് കിട്ടും? അതിനാണ് SIP. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെറിയൊരു SIP തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് ആരെയും ആശ്രയിക്കാണ്ട് ജീവിക്കാം, ഇഷ്ടമുള്ള പോലെ. സോ ഈ ഒരു വീഡിയോയുടെ അവസാനം വരെ കണ്ടാൽ വെറും 15 മുതൽ 25 വർഷം വരെ മാസം ഒരു ചെറിയ തുക, അതായത് 5000, 10,000, 15,000 എന്നിങ്ങനെയുള്ള എമൗണ്ടുകൾ മ്യൂച്വൽ ഫണ്ടിൽ SIP ആയിട്ട് നിക്ഷേപിച്ചാൽ നിങ്ങളുടെ റിട്ടയർമെന്റിന് ശേഷം ജീവിതകാലം മുഴുവൻ മാസം 1 ലക്ഷം രൂപ പെൻഷനായി എങ്ങനെ നേടാം എന്ന് നമുക്ക് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. നിങ്ങളുടെ ലൈഫ് ചേഞ്ചിനുള്ള പ്ലാൻ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ബോസ് ബാല മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ അജ്ന. അപ്പോൾ ഞാൻ സ്ഥിരമായി എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിൽ എന്താ നോക്കി നിൽക്കുന്നേ? പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് കോണ്ടന്റ്സ് ആണ് ഞങ്ങൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ടൈം കളയണ്ട, പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. കണക്കുകളിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപ് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പണപ്പെരുപ്പം, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ. അതും അല്ലെങ്കിൽ സാധനങ്ങളുടെ വിലക്കയറ്റം. ഇന്ന് ഒരു 50,000 രൂപയ്ക്ക് വാങ്ങാൻ കഴിയുന്ന പല സാധനങ്ങളും 15 അതല്ലെങ്കിൽ ഒരു 20 വർഷം കഴിയുമ്പോൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പണം കൊടുക്കണം എന്ന് നിങ്ങൾക്ക് അറിയോ? സോ ആ ഒരു ഡിഫറൻസിനാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സോ ചെറിയൊരു ടേബിൾ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അതൊന്ന് പറഞ്ഞുതരാം. അതായത് ഇന്നത്തെ ചെലവ് ഒരു 50,000 രൂപയാണെന്ന് കരുതുക. ഓക്കെ, ഒരു 6% ആവറേജ് നമ്മൾ ഇൻഫ്ലേഷൻ റേറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു 15 വർഷത്തിന് ശേഷം നമ്മൾ 50,000 രൂപയ്ക്ക് അല്ലെങ്കിൽ അതിന് സമാനമായിട്ട് വരുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 1,20,000 രൂപയാണ്. ആൻഡ് ഇനി 50,000 വിട്ട് നമ്മൾ 35,000 രൂപ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, 6% ഇൻഫ്ലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 20 വർഷം കഴിഞ്ഞാൽ ഈ 35,000 സ്ഥാനത്ത് നമ്മൾ 1,12,000 രൂപയാണ് കാണേണ്ടത്. ആൻഡ് ആ 35,000 മാറ്റി കുറച്ചും കൂടി കുറച്ച് 18,000 രൂപയാക്കി കഴിഞ്ഞാൽ ഒരു 6% ഇൻഫ്ലേഷൻ റേറ്റിൽ തന്നെ 25 വർഷം കഴിഞ്ഞാൽ 18,000 ഈസ് ഈക്വൽ ടു 77,000, 77,000 രൂപയായിട്ട് മാറും. അതായത് നമ്മൾ ഇന്ന് 18,000 രൂപയ്ക്ക് വാങ്ങുന്ന സാധനങ്ങൾ 25 വർഷം കഴിഞ്ഞാൽ നമ്മൾ 77,000, ഇന്നത്തെ വില വെച്ച് 77,000 രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും. ഭാവിയിൽ ഇതേ ജീവിതാന്തരീക്ഷം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് മാസം കുറഞ്ഞത് 1 ലക്ഷം രൂപയെങ്കിലും പെൻഷൻ ലഭിക്കണം. അപ്പം ആ ഒരു രീതിയിൽ പെൻഷൻ ലഭിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, നമുക്ക് 2-3 പ്ലാൻ ആയിട്ട് എടുക്കാം. പ്ലാൻ നമ്പർ 1, ആദ്യമായിട്ട് മാസം 45,000 രൂപ മുതൽ 50,000 രൂപ വരെ ശമ്പളമുള്ള ഒരു 35-40 വയസ്സുള്ളവർക്കുള്ളൊരു പ്ലാൻ നോക്കാം. ഓക്കെ, ഇതിന് 15-15-15 റൂൾ എന്നാണ് പറയുന്നത്. മാസം നിങ്ങളൊരു 15,000 15,000 റുപ്പീസ് SIPയിൽ ഇടുന്നു. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ലാഭം അല്ലെങ്കിൽ CAGR എന്ന് പറയുന്നത് 15% ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് നൽകുന്ന ഒരു ശരാശരി ലാഭം. കാലയളവ് പീരീഡ് 15 വർഷത്തേക്ക്. അപ്പൊ കണക്കുകൾ ഇങ്ങനെയാണ് വരുന്നത്. ദാറ്റ് ഈസ് 15-15-15. 15,000 രൂപ SIP 15 വർഷത്തേക്ക്, പ്രതീക്ഷിക്കുന്ന ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് 15%. അപ്പൊ സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ കാണാം. 15,000 വെച്ച് നിങ്ങൾ 15 വർഷത്തേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾ ആകെ നിക്ഷേപിക്കുന്നത് 27 ലക്ഷം രൂപയായിരിക്കും. ഓക്കെ, സോ ഈ 27 ലക്ഷം രൂപയിൽ നിന്ന് നിങ്ങൾക്ക് 15% വെച്ച് ആ ഒരു ഗ്രോത്ത് വെച്ചിട്ട് ആ ഒരു എമൗണ്ട് 65.45 ലക്ഷത്തിലധികം എമൗണ്ട് ആയിട്ട് അവിടെ ജനറേറ്റ് ആയിട്ടുണ്ടാവും നിങ്ങളുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. സോ ഈ ഗ്രോത്തും നിങ്ങൾ മുടക്കിയ പൈസയും കൂടി കൂട്ടി നോക്കുന്ന സമയത്ത് നമുക്ക് 15 വർഷത്തിന് ശേഷം ടോട്ടൽ വരുന്ന ഒരു എമൗണ്ട് 92,40,500 രൂപയായിരിക്കും. ദാറ്റ് ഈസ് ഏകദേശം ഒരു 1 കോടി രൂപ. കണ്ടോ, നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയത് ഒരു 27 ലക്ഷം രൂപയാണ്. പക്ഷേ കോമ്പൗണ്ടിങ്ങിന്റെ ശക്തി കാരണം 15 വർഷം കൊണ്ട് ഏകദേശം 1 കോടി രൂപയായിട്ട് അത് വളർന്നു. ശരി, അപ്പൊ കയ്യിൽ 1 കോടി രൂപയായി. ഇനി ഇത് എങ്ങനെയാണ് മാസം 1 ലക്ഷം രൂപ പെൻഷനാക്കി മാറ്റുന്നത്? അതിനുള്ള വഴിയാണ് SWP, ദാറ്റ് ഈസ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. നിങ്ങളുടെ 1 കോടി രൂപ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ തുടരുന്നു. ഓക്കെ, അവിടെ അത് 15% ലാഭം തന്നെ നിങ്ങൾക്ക് തരുമെന്ന് കരുതുക. ഇതിൽ നിന്ന് നിങ്ങൾ മാസം 1 ലക്ഷം രൂപ, അതായത് വർഷത്തിൽ ഒരു 12% പിൻവലിക്കുന്നു. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? അതായത് നിങ്ങളുടെ ഫണ്ടിന്റെ വളർച്ച എന്ന് പറയുന്നത് 15%. നിങ്ങൾ പിൻവലിക്കുന്നത് 12% പ്ലസ്
അതായത് ഒരു 3% അധിക വളർച്ചയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ 6 വർഷത്തിന് ശേഷം നിങ്ങൾ പിൻവലിച്ച എമൗണ്ട് എന്ന് പറയുന്നത് 72 ലക്ഷമാണ്. അപ്പോഴും അവിടെ ബാക്കി തുക 1.19 crore അവിടെ ഉണ്ട്. 14 വർഷത്തിന് ശേഷം നിങ്ങൾ പിൻവലിച്ചത് 1.68 crore. ഓക്കെ, അപ്പം ഓരോ ലക്ഷം രൂപ വെച്ച് നിങ്ങൾ മാസാമാസം എടുത്തിട്ട് 14 വർഷത്തിന് ശേഷമുള്ള എമൗണ്ട് ആട്ടോ ഞാൻ പറയുന്നത്. ബാക്കി തുക നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാവുന്നത് 1.88 crore, ദാറ്റ് ഈസ് ഒരു 2 കോടിയുടെ അടുത്ത്. ഇനി അതും കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ റിട്ടയർമെന്റ് കഴിഞ്ഞ് ഇനി ഒരു 20 വർഷമാണ് ഈ ഓരോരോ ലക്ഷം രൂപ വീതം എടുത്തതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം 2.40 കോടി രൂപയായിരിക്കും നിങ്ങൾ ഇങ്ങനെ പിൻവലിച്ചിട്ടുണ്ടാവുക. എങ്കിലും ബാക്കി നിങ്ങളുടെ അക്കൗണ്ടിൽ 4 കോടി രൂപയ്ക്ക് മുകളിൽ അവിടെ ഉണ്ടാകും. സോ ചുരുക്കത്തിൽ മാസം 1 ലക്ഷം രൂപ വീതം നിങ്ങൾ ജീവിതകാലം മുഴുവൻ എടുത്തുകൊണ്ടിരുന്നാലും നിങ്ങളുടെ മുതൽ അവിടെ കുറയാൻ പോകുന്നില്ല, പകരം കൂടുകയുള്ളൂ. അതായത് നിങ്ങളും നിങ്ങളുടെ അടുത്ത ജനറേഷനും വരെ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ എമൗണ്ട് അവിടെ സ്റ്റോർ ആവും. ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ വളരെ ക്ഷമയോടെ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു ചാർട്ട് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും. അതല്ലാതെ ഇതിൽ വെറുതെ ഇതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ്, അതായത് ഇതിലൊന്നും നടക്കാൻ പോകുന്നില്ല, ഇതൊക്കെ നടക്കാൻ പോകണം, 15 വർഷം കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുമോ, മരിച്ചു പോകൂലേ, അങ്ങനത്തെ രീതിയിലുള്ള കമൻറ്റ്സ് ഇടുന്ന ഒരുപാട് ആളുകളെ ഞാൻ കാണാറുണ്ട്. സോ ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അതായത് ഇപ്പം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞാൽ അന്ന് നമ്മുടെ അടുത്ത് പൈസ ഇല്ല, അപ്പോൾ ആയ കാലത്ത് നമ്മൾ നല്ല അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു വില. അപ്പം നമ്മളൊരു 5000 രൂപ അല്ലെങ്കിൽ 10000 രൂപ നമ്മുടെ സാലറിയിൽ നിന്ന് മാറ്റി വെച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കും. സോ അങ്ങനെ ഫ്യൂച്ചറിനെ പറ്റി അവെയർ ആവുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. നമ്മളെപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കര മുമ്പിലാണ്. നമ്മുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. സോ നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ഹെൽത്ത് സെക്യൂരിറ്റിയെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? യെസ്, നല്ലൊരു ടേം ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും ഇന്ന് നമ്മുടെ നാട്ടിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ചികിത്സ ലഭിക്കണമെങ്കിൽ പോളിസി ബസാറിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. വെറും 400-500 രൂപ മാത്രം നിങ്ങൾ മാസത്തിൽ പേയ്മെന്റ് ചെയ്താൽ മതി. കോടികളുടെ കവറേജ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒപ്പം 25% വരെ ഡിസ്കൗണ്ടും. 30 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ക്ലെയിം സപ്പോർട്ടും ലഭിക്കും. നിങ്ങൾക്ക് ഒരു ഡെഡിക്കേറ്റഡ് ഹെൽത്ത് മാനേജർ ഉണ്ടാവും. 51ലധികം ഇൻഷുറൻസ് പാർട്ട്നേഴ്സും ഉണ്ട്. സോ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അത് പോയിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഇനി നമുക്ക് പ്ലാൻ 2 നോക്കാം. അതായത് 25 വയസ്സ് മുതൽ 30 വയസ്സിന് ഇടയിലാണ് നിങ്ങൾ എങ്കിൽ ആൻഡ് മാസം ഒരു 30-35 രൂപയാണ് നിങ്ങൾ ഏൺ ചെയ്യുന്നതെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ 15000 രൂപ നിക്ഷേപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലും കുറച്ച് കുറഞ്ഞൊരു എമൗണ്ട് നിക്ഷേപിച്ചിട്ട് നിങ്ങൾക്ക് SIP തുടങ്ങാം. അപ്പോൾ പൈസ എൻ്റെ അടുത്തില്ല, എനിക്ക് ഇത്രയും പൈസ ഇടാൻ പറ്റില്ല എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല. നിങ്ങളുടെ കയ്യിൽ എത്ര ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിലും നിങ്ങൾക്ക് SIP തുടങ്ങാൻ സാധിക്കും. പിന്നെ പ്രായം കുറയുന്ന സമയത്ത് നമ്മൾ കുറച്ച് കുറവ് പൈസ ഇട്ട് കഴിഞ്ഞാലും അത് വലിയ പ്രശ്നമല്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അത്രയും വർഷം സമയം കുറച്ച് അധികമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കുറച്ച് ചെറിയ എമൗണ്ട് നിക്ഷേപിച്ച് കഴിഞ്ഞാലും നിങ്ങൾ സേഫ് ആണ്. ഇതിന് നമ്മൾ പറയുന്നത് 10-15-20 റൂൾ എന്നാണ്. അതായത് 10000 രൂപ SIP, 15% റിട്ടേൺ 20 വർഷത്തേക്ക്. സോ ഇതിനൊരു കണക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ടേബിൾ കാണാം. അതിൽ നിങ്ങൾ മാസത്തിൽ അടയ്ക്കേണ്ട SIP എമൗണ്ട് എന്ന് പറഞ്ഞാൽ 10,000 റുപ്പീസ് ആണ്. ഓക്കെ, 20 വർഷം കാലയളവിലേക്കായിരിക്കണം നിങ്ങൾ ഈ ഒരു SIP തുടങ്ങേണ്ടത്. സോ നിങ്ങൾ ആകെ നിക്ഷേപിച്ചത്, നിങ്ങൾ ഈ ഒരു 10,000 എല്ലാ മാസവും ഇട്ടിട്ട് ഈ ഒരു 20 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ആകെ ഇട്ട ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 24 ലക്ഷം രൂപയാണ്. ഓക്കെ, ഇതിൽ നിന്നുണ്ടാകുന്ന ആകെ തുക എന്ന് പറയുന്നത് 1,33 ലക്ഷം രൂപയാണ്. ശ്രദ്ധിക്കുക, ആദ്യത്തെ പ്ലാനിൽ 27 ലക്ഷം മുടക്കിയപ്പം 1 കോടിയാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ ഇവിടെ സമയം കൂടുതലുള്ളത് കൊണ്ട്, അതായത് 15 വർഷം എന്ന് മാറി 20 വർഷമായി, അപ്പോൾ 24 ലക്ഷം മുടക്കിയപ്പോഴേക്കും 1.33 കോടി രൂപ നിങ്ങൾക്ക് കിട്ടി. അതായത് ഇതാണ് ഒരു സമയത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 15,000 രൂപ നിക്ഷേപിച്ചാൽ കിട്ടുന്ന റിട്ടേൺസും 10,000 രൂപ നിക്ഷേപിച്ചാൽ കിട്ടുന്ന റിട്ടേൺസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതൊന്നും ഇല്ലാത്ത, ഇത്രയൊന്നും സാലറി ഇല്ലാത്ത, പെട്ടെന്ന് ഇപ്പോൾ ജോലിക്ക് കയറിയിട്ടുള്ളൂ, ഇതിൽ അധികം പൈസയൊന്നും ഇല്ല, ഇനി അല്ല ഇത്ര തന്നെ സാലറി ഉണ്ട് പക്ഷേ എനിക്ക് വേറെ കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഇത്രയും പൈസ മുടക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ ഒരു കാറ്റഗറി പ്ലാൻ 3ലേക്ക് നമുക്ക് പോകാം. അതായത് മാസം ഒരു 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ. സോ ഇതിൻ്റെ ഒരു റൂൾ എന്ന് പറയുന്നത് 5-15-25. അതായത് 5000 രൂപ SIP, 15% റിട്ടേൺ ആൻഡ് 25 ഇയേഴ്സ് ആയിരിക്കും ഇതിൻ്റെ പീരീഡ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിൽ മാസം നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഒരു 5000 രൂപ SIPയിലേക്ക് മാറ്റി വെച്ച് കരുതുക. ആൻഡ് 25 വർഷത്തേക്കാണ് ഈ ഒരു SIP സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ആകെ നിങ്ങൾ നിക്ഷേപിച്ചത് ഈ 25 വർഷത്തിൽ നിങ്ങൾ 5000 രൂപ ഇട്ടിട്ട് 15 ലക്ഷം രൂപയായിരിക്കും. ഓക്കെ, ദെൻ ഉണ്ടാകുന്ന ഒരു ആകെ തുക ലാസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ലംസം എമൗണ്ട് എന്ന് പറയുന്നത് 1,38 ലക്ഷം രൂപയാണ്. ഓക്കെ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വെറും 5000 രൂപ വെച്ച് നിങ്ങൾ തുടങ്ങിയിട്ട് 25 വർഷം കൊണ്ട് നിങ്ങൾക്ക് 1.38 crore റുപ്പീസ് സമ്പാദിക്കാൻ സാധിക്കും. സോ റിട്ടയർമെന്റിന് ശേഷം മാസം 1 ലക്ഷം രൂപ സുഖമായിട്ട് പെൻഷൻ വാങ്ങാം. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ഞാൻ ഒറ്റൊരു മിനിറ്റിൽ ചുരുക്കി പറഞ്ഞുതരാം. അതായത് ഈ ടേബിളിൽ വളരെ ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് കാണാം. മാസത്തിൽ 15,000 രൂപ 15,000 15 വർഷത്തേക്ക് നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ ആകെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 27 ലക്ഷമാണ്. അതിൽ നിങ്ങളുടെ മുതലും അതുപോലെ ഈ ഒരു ഇൻട്രസ്റ്റും അടക്കം 92,45,000 രൂപ അക്കൗണ്ടിൽ ഉണ്ടാകും ആഫ്റ്റർ 15
15 ഇയേഴ്സ്. അതിൽ നിങ്ങൾക്ക് മാസം 1 ലക്ഷം രൂപ സുഖമായിട്ട് പെൻഷൻ ലഭിക്കും. ആൻഡ് രണ്ടാമത്തെ ഒരു സിനാരിയോ എന്ന് പറഞ്ഞാൽ മാസം 10,000 രൂപ മാത്രമേ നിങ്ങൾ നിക്ഷേപിക്കുന്നുള്ളൂ. ഓക്കെ, അത് 20 വർഷം കഴിഞ്ഞാൽ 24 ലക്ഷമായിരിക്കും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്. വിത്ത് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു SIP ഗ്രോത്ത് അടക്കം നമുക്ക് തിരിച്ചു കിട്ടുന്ന എമൗണ്ട് 1,33,00,000. അതിൽ നിന്ന് നിങ്ങൾക്ക് 1 ലക്ഷം മാസത്തിൽ സുഖമായിട്ട് പിന്നീട് അങ്ങോട്ടുള്ള കാലം, അതായത് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് പീരീഡിൽ എടുക്കാവുന്നതാണ്. ആൻഡ് 5,000 രൂപ വെച്ചിട്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 25 വർഷം കഴിഞ്ഞാൽ വെറും 15 ലക്ഷം രൂപയെ നിങ്ങൾ ആകെ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. വളരെ കുറഞ്ഞ എമൗണ്ട് ആയില്ലേ? മറ്റ് രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ എമൗണ്ട്. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ടോ 1,38,00,000 രൂപ. അതിൽ നിന്ന് നിങ്ങൾക്ക് 1 ലക്ഷം രൂപ മാസം സുഖമായിട്ട് എടുക്കാൻ സാധിക്കും. സോ ഇത് 3 റൂളായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് വൺ ഇസ് 15-15 റൂൾ, ആൻഡ് ദ സെക്കൻഡ് വൺ 10-15-20 റൂൾ, തേർഡ് വൺ ഇസ് 5-15-25 റൂൾ. ഈ SIP എന്ന് പറയുന്നത് ഒരു ചില്ലറക്കാരനല്ല. നമ്മൾ വൃത്തിക്ക് നമ്മൾ അറിഞ്ഞ് പഠിച്ച് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ, ഇപ്പോഴും ഞാൻ പറയുന്നു, ഇന്ന് വേണം നാളെ റിട്ടേൺ വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. ഫ്യൂച്ചറിൽ നമ്മളെ സെക്യൂർ ചെയ്യാൻ ഇതിലും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ വേറെ ഇല്ല. അപ്പം ഇത് വളരെ വൃത്തിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. അതായത് വലിയ തുകയാകാൻ കാത്തു നിൽക്കാതെ ഇന്ന് തന്നെ ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിലും എത്രയും വേഗം ഒരു SIP തുടങ്ങുക. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യുക. എല്ലാ വർഷവും ശമ്പളം കൂടുമ്പം SIP തുകയും ഒരു 5-10% വരെ കൂട്ടുക. ആൻഡ് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ SWP, ദാറ്റ് ഈസ് റിട്ടയർ ചെയ്യുമ്പം പണം മുഴുവൻ പിൻവലിക്കാതെ SWP വഴി പെൻഷനാക്കി മാറ്റുക. ഓക്കെ, അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആൻഡ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പ്രായത്തിനും വരുമാനത്തിനും അനുയോജ്യമായ പ്ലാൻ ഏതാണെന്നുള്ളത്. പ്ലാൻ 1 ഓർ പ്ലാൻ 2 ഓർ പ്ലാൻ B. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ്, ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, ഗവൺമെൻറ് സ്കീംസ്, ഇതെല്ലാം നമ്മുടെ ചാനലിൽ മലയാളത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയോടെ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അജ്ന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. Bosswala. Be the boss.